Hi friends, ബ്രൊക്കോളിയും മുട്ടയും വെച്ചിട്ടുള്ള നല്ലൊരു തോരനാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ചെറിയ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ഇത് 230 ഗ്രാം ഉണ്ട് കറക്റ്റ്. ഫസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ചെറിയ പീസായിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. ഇതിലുള്ള വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 5-6 ചെറിയുള്ളിയും 2 ചെറിയ പച്ചമുളകും 1/4 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരമായി വെച്ചിട്ട് ഇനി ഈ ബ്രൊക്കോളി നന്നായിട്ട് കഴുകിയിട്ടൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രൊക്കോളി മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ബ്രൊക്കോളി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് ചിക്കി എടുക്കാം. സൈഡിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നടുക്ക് മുട്ട വെച്ചിട്ടൊന്ന് ചിക്കിയെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ബ്രൊക്കോളി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ബ്രൊക്കോളിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.